ഇത് കണ്ടോ, ഇത് നമ്മൾ എന്നും പോകുന്നൊരു പാർക്കാണ്. എന്നും പോകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇന്ന് പക്ഷേ നോക്കി ഒറ്റ മനുഷ്യരില്ല. കുറേ പട്ടികളും പിന്നെ ഒരു സൈഡിൽ പാവം കുറേ കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ കണ്ടില്ലേ, നമുക്ക് എന്തോരം കളികളാണ് പിള്ളേർക്ക് കളിക്കാനുള്ളത്, മുറ്റത്തിറങ്ങി കളിക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ മാത്രം അവരിങ്ങനെ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നും കളിക്കുകയാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടം പോലെ പട്ടികളുണ്ട്. നമ്മളൊരു സൈഡിൽ കൂടെ ഒതുങ്ങി ഇങ്ങനെ നടക്കുമോ പേടിച്ചിട്ട്. കാരണം ഇവിടുത്തെ പട്ടികളുടെയൊക്കെ സൈസ് കാണുമ്പോൾ തന്നെ മനുഷ്യൻ്റെ എന്താ ഉള്ള ശ്വാസം കൂടെ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ചത്തൊന്ന് കൂട്ടിയാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പട്ടി കടിക്കുവാണെന്നുണ്ടെങ്കിൽ 2000 പൗണ്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് പട്ടിയുടെ വായിൽ പോയി കയറാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കണ്ടോ, നിങ്ങൾക്ക് ചെറിയ ബ്ലോസം കാണാൻ പറ്റും. ഈ പാർക്കിന്റെ പല സ്ഥലങ്ങളിലും ഞങ്ങളത് കാണിച്ചു തരാം ഇനി അടുത്ത ഷോട്ടുകളിൽ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വളരെ ആൾക്കാർ കുറവാണെന്ന്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ക്ലൈമറ്റ് കൊണ്ടായിരിക്കണം, ഇന്നൊരു തണുത്തൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പുറത്തിറങ്ങാനൊന്നും തോന്നത്തില്ല, ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ പാർക്കിലൊക്കെ വരുമ്പോഴാണ് ശരിക്കും ഈ പൂക്കളും പിന്നെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു സന്തോഷം വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ തരത്തിലുള്ള ചെടികളും ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളും ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്നതൊക്കെ ഞാൻ ഓക്കെ. നമുക്ക് ഇനി ആ ചെറി ബ്ലോസത്തിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. ഇവിടെ നോക്കിയാൽ തറയിൽ മുഴുവനും ആ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് കിടക്കുന്നു. നോക്കിയാൽ ഇപ്പം നല്ലൊരു കാറ്റ് വീശിയതുകൊണ്ട് നോക്കുക ആ പൂക്കളൊക്കെ എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ നിങ്ങൾ. നല്ല രസമുണ്ടല്ലേ, അടുത്ത് നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ മണമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തറയിലൊക്കെ കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. ഈ മരം കണ്ടോ, നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. അതിൻ്റെ ഇലകളൊക്കെ തന്നെ ഒരു പ്രത്യേകത. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഇങ്ങനെ അത് നല്ല നീളമുള്ളത് ഇലകളാണോ പൂക്കളാണോ നമുക്ക് സംശയം തോന്നുന്നില്ല. പക്ഷെ നല്ല ഭംഗിയാണ് അത് അടുത്ത് നിന്ന് കാണാനും ദൂരെ നിന്ന് കാണാനൊക്കെ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ നടന്ന് ഈ പാർക്കിൻ്റെ വേറൊരു സൈഡിൽ എത്തിക്കാണ്. അപ്പോഴാണ് നമ്മൾ വേറെ നല്ല അടിപൊളി വേറൊരു പൂക്കൾ കണ്ടത്. നിങ്ങൾ ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് ചെന്ന് കാണിക്കട്ടെ. നല്ല രസമുണ്ട്. ഇത് നോക്കി എനിക്ക് നല്ല ഭംഗിയുണ്ട് പൂക്കൾ. ഇനി നമുക്ക് വേറെ കുറച്ച് പൂക്കൾ കാണാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പോലെ കണ്ടോ ആ ചെടി കണ്ടോ, നല്ല രസമല്ലേ ദൂരെ നോക്കുമ്പോൾ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വേറെ കണ്ടോ, നമ്മൾ പോകുന്ന വഴിക്ക് കുറേ രണ്ട് സൈഡിലും നല്ല പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ചെറി ബ്ലോസം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കണ്ടത് നമ്മുടെ കടലാസ് അതേ കളറിലുള്ള അതുപോലെയൊക്കെ ഉണ്ടല്ലോ. നല്ല രസമുണ്ട് എന്തായാലും. പക്ഷേ എനിക്ക് ഇതിനകത്തിൽ ഇലയൊന്നുമില്ല, ഇലയൊക്കെ പോയി ഈ പൂക്കൾ മാത്രമുണ്ട്. പോകുമ്പോൾ കുറച്ച് ഓടിച്ചോണ്ട് പോകണം, ആരും കാണാൻ നോക്കട്ടെ. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ. ഇപ്പം നല്ല തണുപ്പ് കൂടി വരുന്നുണ്ട്, അതുകൊണ്ടാകും തോന്നുന്നു അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത. ഇവിടെ കണ്ടു ഇതിൻ്റെ സൈഡിൽ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അത് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ആണ്. നിങ്ങളെ പിന്നെ ഒരു ദിവസം അത് അടുത്ത് നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോവാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.